ക്യൂൻസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കോഫി പെയിൻറ്റിംഗ് ആണ്. അത് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ക്യാൻവാസ് ബോർഡിൽ ഒരു ഔട്ട്ലൈൻ സ്കെച്ച് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് യെല്ലോ കാർബണും യൂസ് ചെയ്യാം. ഞാനിവിടെ പെൻസിൽ കൊണ്ടാണ് സ്കെച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ കോഫി പൗഡർ വേണം, വെള്ളം വേണം, ബ്രഷ് വേണം, പിന്നെ പാലറ്റ് വേണം. ആദ്യം തന്നെ ഞാൻ പാലറ്റിലേക്ക് കുറച്ച് കോഫി പൗഡർ എടുത്ത് കുറച്ചധികം വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ലൈറ്റ് ഷെയ്ഡ് ഞാൻ ഹെയറിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാണ്. ഞാൻ ആദ്യം തന്നെ ഈ ലൈറ്റ് ഷെയ്ഡ് ഫുള്ളായിട്ട് ഈ കാണുന്നത് പോലെ അപ്ലൈ ചെയ്യാണ്. പിന്നെ ഇതിൻ്റെ മുകളിലാണ് ഞാൻ ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഈ ഷെയ്ഡിൽ നിന്ന് തന്നെ കുറച്ചധികം വെള്ളം ആഡ് ചെയ്ത് ഒന്നും കൂടി ലൈറ്റ് ഷെയ്ഡാക്കിയിട്ട് ഞാൻ ഫേസിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. കോഫി പൗഡർ ഉപയോഗിച്ച് ഞാൻ മുൻപ് 2 ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടാതെ മുകളിൽ കാണുന്ന ഐ ബട്ടണിലും കൊടുക്കാം. പിന്നെ നമുക്ക് ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകൾ വേണം. അതിനായി കുറച്ച് കോഫി പൗഡറുകൾ എടുത്തിട്ട് ഇതിൽ നിന്ന് തന്നെ ഞാൻ വെള്ളം മിക്സ് ചെയ്യാണ്. ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകൾ ഉണ്ടാക്കുകയാണ്. കൂടുതൽ വെള്ളം ആഡ് ചെയ്താൽ ലൈറ്റ് ഷെയ്ഡും കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ ഡാർക്ക് ഷെയ്ഡും കിട്ടും. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഡാർക്ക് ഷെയ്ഡിൽ നിന്ന് കുറച്ചെടുത്ത് ഹെയറിൽ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് അതിനെ കുറച്ച് വെള്ളം ടച്ച് ചെയ്ത് ലൈറ്റാക്കി കൊണ്ടുവരികയാണ്. ഈ മെത്തേഡിൽ എല്ലാ ഹെയറും നമുക്ക് ചെയ്തെടുക്കാം. കുറച്ചും കൂടി നമുക്ക് അരികുവശം ഡാർക്കാക്കി എടുക്കാം. ഞാൻ അരികുവശത്ത് ഒന്നും കൂടി ഡാർക്കൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വെള്ളമായ കാരണം ചെറുതായിട്ടൊന്ന് പരക്കാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ഫസ്റ്റ് കോട്ട് നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് അതിന് മുകളിലാണ് ഞാൻ ഈ ഡാർക്കൺ ഷെയ്ഡൊക്കെ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൈവച്ച് ചെയ്യുമ്പോൾ ഒരു ടിഷ്യൂ കൈയുടെ അടിയിൽ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ ഈ മുഖത്തിൻ്റെ ഔട്ട്ലൈനും ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫേസിൻ്റെ ഉള്ളിലും ഒരു ലൈറ്റൻ ഷെയ്ഡ് അപ്ലൈ ചെയ്തപ്പോൾ മാർക്ക് ചെയ്ത സ്കെച്ച് ഒന്നും മങ്ങിപ്പോയി. ഞാൻ അതിന് മുകളിൽ കൂടെ കോഫി വെച്ച് തന്നെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഈ ഫേസിൻ്റെ ഉള്ളിലും ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഫേസ് ചെയ്യണമെങ്കിൽ ഫേസ് ചെയ്യാം. ഞാൻ ആദ്യം ഹെയറായി ചെയ്തേ. അപ്പോൾ ഹെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ മുഖത്തിൻ്റെ ഉള്ളിലും ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ കൈ നമ്മൾ വയ്ക്കുമ്പോൾ ടിഷ്യൂ വയ്ക്കുമ്പോഴും ശ്രദ്ധിക്കുക. നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം ഉള്ളിൽ ചെയ്യുക. ഈ നെറ്റിയുടെ ഭാഗമൊക്കെ ഞാൻ നന്നായി ഡാർക്കൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കണ്ണിൻ്റെ മുകളിലും ചുണ്ടിൻ്റെ അവിടെയും കവളിൻ്റെ സൈഡിലൊക്കെ നന്നായി ഡാർക്ക് ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് ഉള്ളിലേക്കൊക്കെ ലൈറ്റാക്കി എടുക്കുക. ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെയാണ് വീണ്ടും ഷെയ്ഡ് അപ്ലൈ ചെയ്ത് ഡാർക്കാക്കി എടുക്കുന്നത്. ഈ ഭാഗങ്ങളൊക്കെ ഞാൻ ഡാർക്കാക്കി എടുക്കുന്നതാണ് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ. പിന്നെ താടിയുടെ സൈഡിലും ഡാർക്കൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ ലൈറ്റ്, മൂക്കിൻ്റെ ഈ ഉള്ളിൽ പിന്നെ ഞാൻ ലൈറ്റാക്കിയിട്ടാണ് എടുക്കുന്നത്. കണ്ണിൻ്റെ താഴെ ആ ചെറിയ ഷെയ്ഡ് കൊടുത്തിരുന്നതൊക്കെ ഞാൻ ഡാർക്കാക്കി എടുക്കുന്നുണ്ട്. കോഫി ആയ കാരണം നമുക്ക് ചെറിയ മിസ്റ്റേക്ക് വന്നാലും അതിനെ എളുപ്പം റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഡാർക്കൺ ഷെയ്ഡ് കൂടിയാൽ അതിൽ കുറച്ച് വെള്ളം ടച്ച് ചെയ്ത് വൈപ്പ് ചെയ്തെടുത്താൽ അതിനെ നമുക്ക് ലൈറ്റാക്കി എടുക്കാം.
നമുക്ക് കണ്ണിൻ്റെ ഉള്ളിൽ നല്ല ഡാർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഉള്ളിൽ കൃഷ്ണമണിയിൽ ലൈറ്റ് ഷെയ്ഡും. പിന്നെ കണ്ണിൻ്റെ അടിയിൽ കുറച്ച് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. രണ്ട് കണ്ണും ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗത്ത് നമ്മൾ ഒരു ബ്രഷിൽ വെള്ളമെടുത്ത് ആ ഭാഗത്തുനിന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ കണ്ണിൻ്റെ ചുറ്റും ലൈറ്റായിട്ട് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കൃഷ്ണമണിയിലും അതുപോലെ ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്നും കൂടി ഡാർക്കൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.